മൈക്ക് എല്ലാരും ചെയ്യണേ. യെസ്, അവിടെ മറ്റേ ഇത് കൊടുക്കണ ഓഫറോ? ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ് ഓൾ. യെസ്, ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് നമുക്ക് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഓരോരുത്തരും വീഡിയോ ഓൺ ചെയ്യുക. അതുപോലെ ഒരു ഡയറിയും ഒരു പെന്നും കയ്യിൽ വേണം. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇവിടുന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എന്താണ് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ നിങ്ങളുടെ അപ്ലൈൻ ലീഡർ ആരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ആരാണോ, മോട്ടിവേറ്റർ ആണോ, അവരിൽ നിന്നും ഈ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പൊ പിന്നീട് എനിക്ക് അതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത് iCoffee എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് അല്ലെ. തീർച്ചയായിട്ടും വണ്ടർഫുൾ അമേസിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള iCoffee എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ KYP ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു, ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഓൾറെഡി ആളുകൾ ഉപയോഗിച്ച് 10 വർഷമായിട്ട് കമ്പനിയിൽ നിന്നും ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ച് ഒരുപാട് ജീവിതങ്ങൾ അവർക്ക് ആസ്വദിക്കാനും ഒരുപാട് ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിയിട്ടുമുണ്ട്. അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുമുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നോക്കിയാൽ മതി, മെഡിസിൻ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റുകൾ കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഈ iCoffee നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. നമ്മൾ സ്വന്തമായിട്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ബിസിനസ് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഫ്യൂച്ചർ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഇനി രോഗികൾ കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കൂടുതൽ ധരിച്ചു കൊണ്ടുപോകുന്നില്ല. ഓരോരുത്തർക്കും അറിയാം എന്താണ് iCoffee, അതിന്റെ ഗുണം എന്താണ്, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്താണ്, ഈ ഒരു ഇൻഡസ്ട്രി കമ്പനി ഇനി ഒരു ഫ്ലറിഷിംഗിലേക്ക് പോകാൻ വേണ്ടി പോവാണെന്നുള്ളത്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മുഹമ്മദ് ഉവൈസ് സർ, iCoffee വെൽനസ് മാസ്റ്റർ, iCoffee സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുഹമ്മദ് ഉവൈസ് സർ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സാറിനെ ഒരു സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതിന് മുന്നോടിയായിട്ട് ആരെങ്കിലും ഇനി വീഡിയോ ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഓൺ ചെയ്യുക. അതുപോലെ ടീമിന് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻവൈറ്റ് ചെയ്യുക. അതുപോലെ ഹാർട്ടിന്റെ സിമ്പിളും എന്താ പറയാ വെർച്വൽ ക്ലാപ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡറെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം Muhammad Uwais sir, the Ruby executive of Industry Wow. Please welcome sir. Good evening sir. Audible? Okay sir. Okay, thank you. Good evening everyone. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. അതിനോട് കൂടെ തന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ വീഡിയോ ഓൺ ആക്കി തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. കാര്യം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ നമ്മൾ ഇവിടെ തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. സോ എല്ലാ ആളുകളും മാക്സിമം വീഡിയോ ഓൺ ആക്കി തന്നെ ഇരിക്കുക. ഇനി ആരെങ്കിലും പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കയറാൻ വേണ്ടി പറയാം. ഓക്കെ, ഒരു അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. എന്നെ പരിചയപ്പെടുത്തി, പേര് മുഹമ്മദ് ഉവൈസ്, സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങരയാണ്. ഇൻഡസ്ട്രി വാ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു വെൽനസ് അഡ്വൈസർ ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമ്മളെല്ലാ ആളുകളും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്ന് പറയണത് നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയണത് ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ.
ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു പ്രശ്നം കാരണമാണ്, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് എങ്ങനെ റിക്കവറി ആവാം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ആളുകളും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറിയിട്ടുള്ളത്. സോ നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകൾ ഏതൊരു വീട് എടുത്തു കഴിഞ്ഞാലും ആ ഒരു വീട്ടിൽ ഷുഗർ പേഷ്യൻസിന്റെ എണ്ണം എന്ന് പറയണത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഷുഗറിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വേൾഡിൽ തന്നെ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക്സിനെ എടുക്കുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ ആയിട്ടാണ് എന്ത് ചെയ്യണത് ഇന്ത്യ അറിയപ്പെടുന്നത്. ഓക്കെ, ഡയബറ്റിക്കിന്റെ ഒരു ക്യാപിറ്റൽ ആയിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഈ ഒരു ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസിന് തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലബാർ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഷുഗർ പേഷ്യൻസിന്റെ എണ്ണം കൂടി വരുന്നത്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയാണ്, അല്ലെങ്കിൽ ജീവിത ചുറ്റുപാടുകളാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ നമ്മൾ ശരിയാക്കിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നില്ല എങ്കിൽ ഈ ഒരു പ്രശ്നം കൂടുതൽ എന്ത് ചെയ്യും, നമ്മളെ പിടിമുറുക്കിക്കൊണ്ടേയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെയാണ്, എന്തെല്ലാമാണ് അതിന്റെ കാരണങ്ങൾ എന്തുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡിന്റെ സഹായത്തോടു കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ സർ, സ്ലൈഡ് ഓക്കെ ആണെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഓക്കെ അല്ലേ സർ? ഓക്കെ, സോ നമുക്കറിയാൻ പറ്റും ഇന്ന് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ ഒരു പ്രശ്നം, ഡയബറ്റിക് എന്ന് പറയുന്ന പ്രശ്നം പല ആളുകളും വളരെ സില്ലി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്നു, ഇപ്പൊ ഒരു ഷുഗർ പേഷ്യന്റ് ആയി നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്, അല്ലെ? ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഷുഗർ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, വേണ്ടേ? എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞാലാണ് നമുക്ക് അത് എങ്ങനെ പരിഹരിക്കാം എന്ന് അറിയാൻ വേണ്ടി പറ്റുക. നമുക്കൊരു ചെറിയൊരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ, അതായത് ഷുഗർ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ബ്ലഡ് ആണ്. നമുക്കറിയാൻ പറ്റും ഗ്ലൂക്കോസിന്റെ ലെവൽ നോർമൽ സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആളുടെ ഒരു ബ്ലഡ് ആണ് താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഷുഗർ? അതായത് നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തില് ബ്ലഡില് രക്തത്തില് പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഷുഗർ എന്നുള്ളത്. ഈ ഒരു ഷുഗറിനെ സംബന്ധിച്ച് ഈ ഒരു ഷുഗറിൽ നമ്മൾ പറയുന്ന സമയത്ത് മൂന്ന് ടൈപ്പോളം എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ ആയിട്ട് 3 ടൈപ്പിലാണ് ഷുഗർ വരുന്നത്. ഒരു നോർമൽ കേസിൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കറക്റ്റ് ആയിട്ട് ശരീരത്തിലേക്ക് വന്നതിന് ശേഷം ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, അതിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്ത് അത് ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവും. അതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തിയിട്ട് അതിനെയും എന്ത് ചെയ്യും, ബ്ലഡിലേക്ക് കൊടുത്തിട്ട് ഈ ഗ്ലൂക്കോസിനെ കറക്റ്റ് അളവിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ശരീരത്തിലേക്ക് കോശങ്ങളിലേക്ക് പാസ് ചെയ്യുന്ന രീതിയാണ് ശരിയായ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ബ്ലഡ് ഷുഗർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ശരീരത്തിൽ കഴിക്കുന്ന ഗ്ലൂക്കോസിനെ കറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവും. അതിനിടയിൽ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു നോർമൽ ആളുടെ ഇതാണ് ബ്ലഡ് സർക്കുലേഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ശരീരത്തിലേക്ക് കോശങ്ങളിലേക്ക് കടത്തി വിടാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, അതിനെ ഇൻസുലിൻ സ്വീകരിച്ച് ബ്ലഡിലേക്ക് കോശങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഗ്ലൂക്കോസിനെ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നോർമൽ ആയിട്ട് ഉണ്ടാവുക. അതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസിന് എന്ത് ചെയ്യുന്നുണ്ടാവും, ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് കടത്തി വിടുന്നുണ്ടാവും. അതിനോട് കൂടെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരം ചെയ്യാത്തൊരവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതായത് ബ്ലഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ഉണ്ടാവും. ശരീരം ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്താതെ വരുന്ന സമയത്ത് ഈ ഗ്ലൂക്കോസിനെ ശരീരത്തിലേക്ക് കടത്തി വിടാനുള്ള ഓപ്ഷൻ എന്തില്ല, ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യം വരും. ആ അവസ്ഥയിലാണ് എന്ത് ചെയ്യുക, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കുക. ഇവിടെ ഉള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ നിലവിൽ ഇന്ന്
നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ എന്ത് ചെയ്യാം, അഡീഷണലി ശരീരത്തിന് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്, ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത്. ഓക്കെ, ഇതാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ശരീരത്തിന് ബ്ലഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഇൻസുലിൻ പ്രൊഡക്ഷനും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് ശരീരത്തിൽ. പക്ഷേ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന റെഡ് മാർക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഇൻസുലിനെ സ്വീകരിക്കാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോഴും എന്ത് ചെയ്യും, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കും. ഇവിടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഗ്ലൂക്കോസിനെ കുറക്കാൻ വേണ്ടി അഡീഷണൽ മെഡിസിൻ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും. ഇതാണ് നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഇന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഡയബറ്റീസിന്റെ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് 90% ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 90% ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് വെറും 10% മാത്രമാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു പ്രശ്നമാണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി പ്രശ്നം മൂലം വരുന്ന ഒരു ബുദ്ധിമുട്ടുമാണ്. എന്തുകൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇൻസുലിന്റെ കുറവ് മൂലം എന്ത് ചെയ്യും, നമുക്ക് ഡയബറ്റിക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിവർ പ്രോപ്പർ ആയിട്ട് ഗ്ലൂക്കോസിനെ പ്രൊഡക്ഷൻ നടത്താത്ത ഒരു അവസ്ഥയിലും എന്ത് ചെയ്യും, നമ്മളൊരു ഷുഗർ പേഷ്യൻസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജനറ്റിക്കലി വരുന്ന പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ജനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷുഗർ പേഷ്യന്റ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ. നമ്മുടെ പാൻക്രിയാസ് പ്രോപ്പർ ആയിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്താത്ത ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ ഒബേസിറ്റി, നമ്മൾ വെയിറ്റ് ഓവർ ആയി കഴിഞ്ഞാലും ഒരുപക്ഷെ എന്ത് ചെയ്യും, നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ചും ഒരുപക്ഷെ എന്ത് ചെയ്യും, നമുക്ക് ഡയബറ്റീസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പുവർ ഡയറ്റ്, പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു ഷുഗർ പേഷ്യൻസ് ആയിട്ട് മാറും. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ഷുഗർ എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ പ്രീ ഡയബറ്റീസ്, അതായത് ഷുഗർ വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ കറക്റ്റ് പ്രൊട്ടക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷുഗർ പേഷ്യന്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഷുഗർ വരുന്നതിന് മുമ്പ് ശരീരം കാണിച്ചു തരുന്ന കുറച്ച് സിംറ്റംസ് ആണ് സ്ക്രീനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു സിംറ്റംസ് നിങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഷുഗർ പേഷ്യന്റ് ആണോ എന്ന് അറിയുന്ന ശരീരം കാണിച്ചിരുന്ന കുറച്ച് സിംറ്റംസ് ആണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എപ്പോഴും നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യാം, നമ്മൾ എപ്പോഴും ടയർഡ് ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫ്രീക്വൻലി യൂറിനേഷൻ, അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു ഫീല് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുക. അതുപോലെ തന്നെ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ ഉണങ്ങാത്തൊരു അവസ്ഥ. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കണം എന്നുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള ആർത്തി കൂടി വരുന്നുണ്ടാവും. അതുപോലെ തന്നെ സെക്ഷൽ പ്രോബ്ലംസുകൾ എന്ത് ചെയ്യും, നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കാഴ്ചശക്തി മങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ലേഡീസിന് വജൈനൽ ഏരിയയിൽ ഇൻഫെക്ഷൻസ് വന്നു തുടങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ കൈകൾക്കും കാലുകൾക്കൊക്കെ ഒരു ടിംഗ്ലിംഗ് എഫക്റ്റ് വരിക. അതുപോലെ തന്നെ എപ്പോഴും വെള്ളം കുടിക്കണം എന്നുള്ള അല്ലെങ്കിൽ ദാഹം കൂടുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ ഒരു ഷുഗർ പേഷ്യന്റ് ആയി നമ്മൾ മാറുന്നുണ്ട് എന്നതിന് ശരീരം കാണിച്ചു തരുന്ന സിംറ്റംസ് ആണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാൻ പറ്റും, ഒരു ഷുഗർ വന്നു കഴിഞ്ഞാൽ, ഷുഗർ എന്ന് പറയുന്ന പ്രശ്നം ഒരു അവയവത്തെ ബാധിക്കുന്നത് അസുഖമല്ല, നമ്മുടെ എൻറ്റയർ ബോഡിയെ തല മുതൽ കാൽപാദം വരെയുള്ള എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് തലച്ചോറിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ കണ്ണുകളിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് എഫക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ പല്ലുകളെ അത് എഫക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. കിഡ്നി ഫെയിലിയർ ആയിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ നമുക്ക് അത് കോംപ്ലിക്കേഷൻസ് വരുത്തും. നമ്മുടെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ബുദ്ധിമുട്ട് മൂലം വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യുന്നുണ്ടാവും, കൂടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഷുഗർ മൂലം നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും വരേണ്ട ഒരു സാഹചര്യം നമുക്ക് വരും. ഇനി എങ്ങനെയാണ് ഷുഗറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാൻ പറ്റും, നോർമൽ ആയിട്ട് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ ഷുഗർ ടെസ്റ്റ് എന്ന് പറയുന്നത്
നമ്മുടെ മോർണിംഗിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ലാബിൽ പോയിട്ട് നമ്മൾ ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റിൽ നമുക്ക് 99 ആണ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, 99 അതിന്റെ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ആണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 140 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നോർമൽ റേഞ്ച് ആണ്, നമുക്ക് ഷുഗർ ഇല്ല എന്ന് പറയാം. ഇനി അതല്ല 100-നും 125-നും ഇടയിലാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എന്നുണ്ടെങ്കിൽ ആള് പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം 140-നും 199-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ അയാൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. ഇനി ഡയബറ്റിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് 126-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഓക്കെ, ഈ രീതിയിലാണ് നോർമൽ ടെസ്റ്റിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി HbA1c ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. ബ്ലഡിന്റെ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയബറ്റിക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ HbA1c. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്രയാണ് ഡയബറ്റിക് ഉള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമുക്ക് കിട്ടുന്ന റിസൾട്ട് HbA1c ടെസ്റ്റ് നമ്മൾ ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് 4.5-നും 5.6-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ അയാൾ നോർമൽ ആണ്, അയാൾ ഷുഗർ പേഷ്യന്റ് അല്ല എന്ന് നമുക്ക് പറയാം. ഇനി 5.6-നും 6.5-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ അയാൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇനി 6.5-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. സ്പോട്ടിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു രീതിയിൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഷുഗർ പേഷ്യന്റോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഒരാളെ സംബന്ധിച്ച് ഇവർക്കുള്ള ഇന്നത്തെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇന്ന് ഷുഗർ വന്ന ഒരാൾ നേരെ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻസുലിനോ മെഡിസിനോ എഴുതിയിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാവുന്നുണ്ടാവും ഒരിക്കലും എന്തില്ല, നമ്മൾ മെഡിസിനും ഇൻസുലിനും എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷുഗർ ലെവൽ നോർമൽ ആക്കി ഒരു പ്രോപ്പർ ആയിട്ടുള്ള പഴയ ഒരു അവസ്ഥയിലേക്ക്, ഷുഗർ വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല എന്നതാണ്. ഇവിടെ നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഷുഗറിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് സ്വീകരിക്കും, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇന്ന് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് iCoffee എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രീമിയം കോഫി കുടിക്കുന്ന ലാഘവത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, രാവിലെയും വൈകിട്ടും ഓരോ കോഫി എടുത്തുകൊണ്ട് എത്ര പഴക്കം ചെന്ന ഷുഗർ ആണെങ്കിലും ഈ ഷുഗറിനെ ബാലൻസ് ചെയ്ത്, സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഷുഗറിനെ ബാലൻസ് ചെയ്ത് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റിയിട്ടുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് iCoffee. എന്തുകൊണ്ടാണ് ഇത് ഷുഗറിനെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ബാലൻസ് ചെയ്യും എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കോഫി എന്തിനൊക്കെ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബ്ലഡ് ഷുഗർ ലെവലിനെ കറക്റ്റ് ആയിട്ട് നിലനിർത്താനും ഹാർട്ടിനെ ഹെൽത്തി ആയിട്ട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വെയിറ്റിനെ നോർമൽ ആക്കിയിട്ട് നിലനിർത്താനും വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഒരു കോഫി നമുക്ക് ബെനിഫിറ്റ് തരുന്നത്. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ ഒരു കോഫി ഇങ്ങനെയൊക്കെ ബെനിഫിറ്റ് കിട്ടും എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സാൽസിറ്റാൽ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് ഏകനായകത്തിന്റെ വേരിന്ന് ഷുഗറിനെ ബാലൻസ് ചെയ്യാനുള്ള ഷുഗറിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു മോളിക്യൂള് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനൊരു പേറ്റന്റ്ഷിപ്പ് കൊടുത്തതാണ് ഈ സാൽസിറ്റാൽ എന്ന് പറയുന്നത്. ഇതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണോ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, ഈ സാൽസിറ്റാലിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരളിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലിവറിനെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനും മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ കിഡ്നിയെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു കണ്ടന്റ് ആണ് ഈ സാൽസിറ്റാൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാൻ പറ്റും ഈ ഒരു സാൽസിറ്റാൽ എന്ന് പറയുന്ന കണ്ടന്റ് എവിടെ നിന്നാണ് കമ്പനി എടുത്തത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചരക സംഹിത എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ചരക മഹർഷിമാർ പറഞ്ഞൊരു കാര്യമാണ്, മധുമേഹ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഏകനായകം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കമ്പനി എന്ത് ചെയ്തിട്ടുള്ളത്, ഏകനായകത്തിന്റെ പേരിന്ന് ഷുഗറിനെ ബാലൻസ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ആയിട്ടുള്ള ഈ സാൽസിറ്റാൽ എന്ന് പറയുന്ന കണ്ടന്റിനെ വേർതിരിച്ചെടുത്തിട്ട് ഈ ഒരു കോഫി രൂപത്തിലാക്കിയിട്ടുള്ളത്. ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സാൽസിറ്റാലിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കൽ ട്രയൽസ് ഒരുപാട് നടന്നിട്ടുണ്ട്. അതിലൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത്
6 ആഴ്ചകളിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്ക് റെഗുലർ ആയിട്ട് ഈ ഏകനായകത്തിന്റെ കണ്ടന്റ് കൊടുത്തപ്പോൾ അവരിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആവുകയും LDL കൊളസ്ട്രോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോർമൽ ആവുകയും ചെയ്ത് ആ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏകനായകത്തിന്റെ കണ്ടന്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, സാൽസിറ്റാൽ എന്ന് പറയുന്ന കണ്ടന്റ് ഒരു കാർബോഹൈഡ്രേറ്റ് ബ്ലോക്കർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇത് എഫക്ട് ചെയ്യണം നമ്മുടെ ബോഡിയിൽ. അതായത് നമ്മൾ ആദ്യം ഐ-കോഫി കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പാണ് നമ്മൾ ഐ-കോഫി എടുക്കേണ്ടത്. ഐ-കോഫി എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണത്തിൽ വരുന്ന കാർബോഹൈഡ്രേറ്റ്സിന് എന്ത് ചെയ്യും, ശരീരം പെട്ടെന്ന് വലിച്ചെടുക്കും. ഇത് വലിച്ചെടുക്കുന്ന സമയത്ത് ഇത് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ നിന്ന് വായിൽ നിന്ന് അതിന്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കോഫി കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കണ്ടന്റ് എന്ത് ചെയ്യുന്നു, ഈ ഏകനായകത്തിന്റെ കണ്ടന്റ് വായുള്ള എൻസൈമുകൾ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ശരീരത്തിലേക്ക് നേരിട്ട് ചെല്ലുന്ന കാർബോഹൈഡ്രേറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന്റെ തോത് കുറച്ച് ഒരു ബ്ലോക്കർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രവർത്തിക്കുന്നത്. മറ്റ് 2 ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് കോഫി ബീൻസ് ആണ്, കാപ്പിക്കുരു. നമ്മുടെ കൂർഗ് റീജിയനിൽ എടുക്കുന്ന വേൾഡിൽ തന്നെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന കോഫി ബീൻസും അതുപോലെ തന്നെ നായ്ക്കുറിന്റെ പരിപ്പിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മോളിക്യൂളും ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഐ-കോഫിയിൽ ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ 3 കണ്ടന്റുകളാണ് മെയിൻ ആയിട്ടും ഐ-കോഫിയിൽ ഉള്ളത്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഐ-കോഫിയിൽ ഈ കോഫി ബീൻസ് ചേർക്കുന്ന സമയത്ത് ഇതിൽ കഫീൻ കണ്ടന്റ് ഇല്ലേ, അത് ശരീരത്തിന് കേടല്ലേ എന്നൊക്കെ. എന്നാൽ ഈ ഐ-കോഫിയിലുള്ള നമ്മുടെ കോഫി ബീൻസിനെ എടുക്കുന്ന സമയത്ത് ഇത് 40 ഡിഗ്രിയിൽ സ്ലോ റോസ്റ്റിംഗ് പ്രോസസ്സിലൂടെ കടത്തി വിട്ടതിന് ശേഷം ഇതിലുള്ള കഫീൻ കണ്ടന്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി അതോട് കൂടെ തന്നെ ഇതിലുള്ള മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള പോളിഫിനോൾസ് ഒട്ടും ചോരാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഐ-കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ ചേർത്തുള്ളത്. സോ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദോഷവും ഇതുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാൻ പറ്റും ഈ ഒരു ഐ-കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പൂർണ്ണമായിട്ടും എന്താണ്, ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇന്ന് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഒരു പബ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഇതിന്റെ താഴെയുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് സന്ദർശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അതോടുകൂടെ തന്നെ നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം ഒരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അതിന്റെ ഒരു സമയപരിമിതി മൂലം എന്ത് ചെയ്യാം, നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് അത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐ-കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പല ആളുകളും ചോദിക്കാറുണ്ട്, എല്ലാ ടൈപ്പ് ഡയബറ്റീസിനും പറ്റുമോ എന്നുള്ളതാണ്. അതെ, ഏത് ടൈപ്പ്, നമ്മുടെ ടൈപ്പ് 1 ഡയബറ്റീസ് ആയിക്കോട്ടെ, ടൈപ്പ് 2 ഡയബറ്റീസ് ആയിക്കോട്ടെ, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിക്കോട്ടെ, ഈ 3 ഡയബറ്റീസിനും എന്ത് ചെയ്യും, നമ്മൾ ഐ-കോഫി കൊടുക്കാം. ഐ-കോഫിയിൽ ഷുഗർ ആഡഡ് ആണ്, ഒരിക്കലും ഷുഗർ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് അല്ല ഐ-കോഫി എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ എത്ര സമയം എന്ത് ചെയ്യണം, ഐ-കോഫി എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഷുഗറുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഷുഗറിനെ ബാലൻസ് ആയി അതിന് പൂർണ്ണമായിട്ടും മെഡിസിൻസും ഇൻസുലിനും ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനളവ് മെല്ലെ 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 കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ മെഡിസിന്റെ കൂടെ നമുക്ക് ഐ-കോഫി എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, മെഡിസിനോട് കൂടെ നമുക്ക് ഐ-കോഫി എടുക്കാം. ഇൻസുലിനോടും കൂടെ എന്ത് ചെയ്യാം, ഐ-കോഫി എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇൻസുലിൻ വെക്കുന്ന ആളുകൾ ആദ്യം ഇൻസുലിൻ എടുക്കുക, ശേഷം കോഫി എടുത്തതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഫുഡ് കഴിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഐ-കോഫി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലോ ആവുമോ എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട്. ഒരിക്കലും ഇല്ല, അത്തരം ബുദ്ധിമുട്ടുകൾ എന്തില്ല, ഐ-കോഫിയിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നോർമൽ പേഴ്സൺസ്, ഇപ്പൊ ഷുഗർ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ-കോഫി കഴിക്കാൻ പറ്റും, തീർച്ചയായിട്ടും കഴിക്കാം. നമ്മൾ സാധാരണ ഷുഗർ ഇല്ലാത്ത ഒരാൾ ഐ-കോഫി കഴിക്കുകയാണെങ്കിൽ അത് ഷുഗർ വരാതെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ശരീരത്തിൽ ഒരു എനർജി ഫീൽ ചെയ്യാനും നമ്മുടെ ശരീരത്തിനെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ടാവും, ഐ-കോഫി നമ്മളെ സഹായിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഐ-കോഫി എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. രാവിലെ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ ഉടനെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു കോഫി കഴിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം എന്ത് ചെയ്യുക, ഒരു പാക്ക്. ഇപ്പൊ രാവിലെ നമ്മളൊരു 7 മണിക്കാണ് ഐ-കോഫി കഴിക്കുന്നതെങ്കിൽ രാത്രിയും എന്ത് ചെയ്യുക, അതേ സമയത്ത് ഐ-കോഫി കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഐ-കോഫി പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരു പാക്ക് ഫുള്ളായിട്ട് അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് 100-120 ml ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഈ രീതിയാണ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഐ-കോഫി വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ഐ-കോഫി ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഐ-കോഫി എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, പല ആളുകളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നോർമൽ ടെമ്പറേച്ചറിൽ, റൂം ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യേണ്ടത്, ഐ-കോഫി വെക്കാൻ. ഒരിക്കലും ഫ്രിഡ്ജിലൊന്നും എന്ത് ചെയ്യരുത്, ഐ-കോഫി കീപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും പ്രഗ്നൻസി ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഐ-കോഫി
കഴിക്കാൻ പറ്റുക എന്നുള്ളത്. പ്രഗ്നൻസി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 6 month ആണ് എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ഏറ്റവും ഹൈ കോഫി എടുക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രഗ്നൻസി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവർക്ക് ഹൈ കോഫി ക്രീമർ ഉപയോഗിക്കുകയാണ്. കാര്യം ഹൈ കോഫി ബ്ലാക്കിൽ സാൽസിറ്റാലിന്റെ കണ്ടന്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ബോഡി ഹീറ്റ് ആവാനും കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കാത്തൊരു സാഹചര്യം അഥവാ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ബോഡി ഹീറ്റ് ആയിട്ട് അത് പ്രഗ്നൻസിനെ ബാധിക്കാൻ സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ക്രീമർ ഉപയോഗിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് വെള്ളം കുടിച്ചിട്ട് രീതി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഹൈ കോഫി ക്രീമർ ആണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കഴിക്കാം. കാരണം ഷുഗർ നമ്മുടെ ഹൈ കോഫിയിൽ എന്ത് ചെയ്യണം, ലോ സാൾട്ട് ആണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്കും കൊടുക്കാം. നമുക്കറിയാൻ പറ്റും ഹൈ കോഫി എന്ന് പറയുന്നത് 2 വേരിയന്റിലാണ് നമുക്ക് കിട്ടുന്നത്, ഹൈ കോഫി ക്രീമറും ഹൈ കോഫി ബ്ലാക്കും. എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഷുഗറിനെ ബാലൻസ് ചെയ്യുന്ന കണ്ടന്റ് ആയിട്ടുള്ള സാൽസിറ്റാൽ എന്ന് പറയുന്നത് 11% ക്രീമറിൽ വരുന്നത്, അത് ബ്ലാക്കിൽ 22% വരുന്നത്. പൗഡർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാക്ക് 15 gram ക്രീമറും 10 gram ആണ് എന്ത് ചെയ്യുന്നത്, 10 ഗ്രാമിന്റെ 50 പാക്കറ്റുകളാണ് ബ്ലാക്ക് വരുന്നത്. ക്രീമർ വരുന്നത് 15 ഗ്രാമിന്റെ 50 പാക്കറ്റുകളായിട്ടാണ്. ഇനി ഹൈ കോഫി ക്രീമറും ബ്ലാക്ക് ആർക്കൊക്കെ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾ ക്രീമറും, മറ്റുള്ള ഏത് ടൈപ്പ് ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിലും അവർ ബ്ലാക്കും ഉപയോഗിക്കാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മെഡിസിൻസിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, 2 പ്രൊഡക്റ്റും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പല ആളുകളും ചോദിക്കാറുണ്ട്, നമ്മുടെ ഹൈ കോഫി ക്രീമറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രീമറിന് വേണ്ടിയിട്ട് പാലിന്റെ കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ട്, സോ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ എന്ത് നോൺ ഡയറി ക്രീമർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, അത് ലാക്ടോസ് ഫ്രീ ആണ്. സോ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു വിഷയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാർക്കിൻസൺസ് പ്രശ്നങ്ങളുള്ള ആളുകൾക്കും PCOD പ്രശ്നങ്ങളുള്ള ആളുകൾക്കും ഏറ്റവും നല്ലത് ഹൈ കോഫി ക്രീമർ സജസ്റ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈ കോഫി കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഷുഗർ ലെവൽ കൂടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ലത് മോർണിംഗിൽ എന്ത് ചെയ്യുക, മോർണിംഗിൽ ഭക്ഷണത്തിന് മുമ്പ് ഹൈ കോഫി ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, ഉച്ചക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണത്തിന് കഴിക്കുന്ന സമയത്ത് അത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റിയെടുക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. അതുപോലെ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിന്റെ പ്രശ്നം മൂലം ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരം നടത്താത്തൊരു പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഹൈ കോഫി കൊടുക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയും. ഇപ്പൊ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ടൈപ്പ് 1 ഡയബറ്റീസ് കണ്ടുവരാറുള്ളത്. ഇങ്ങനത്തെ ആളുകൾക്ക് നമുക്കൊരു ഹാഫ് സാഷ് എന്ത് ചെയ്യാം, ഭക്ഷണത്തിന് മുമ്പ് ഒരു ദിവസം 2 സമയത്തായിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പക്ഷേ കോഫിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വശങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട രീതികളൊക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അടുത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോഫിയൊക്കെ ശരിയാണ്, പക്ഷേ നമ്മൾ അതിനോട് കൂടെ തന്നെ നമ്മുടെ ഫുഡ് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫുഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഈ ഒരു ഷുഗറിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് പറയുന്ന ഒരു രീതിയാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് നോക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് തിരഞ്ഞെടുക്കാൻ. എന്താണ് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയത്തിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അത് ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് ഓരോ ഭക്ഷണത്തിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സും, അല്ലെങ്കിൽ ഓരോ ഭക്ഷണവും വ്യത്യസ്ത തരങ്ങളിലാണ് എന്ത് ചെയ്യണത്. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യും, ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് സ്ലോ ആയിട്ട് മാത്രമേ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. ഇത് കൺവേർട്ട് ചെയ്യുന്നതിനെ ഓരോ ഭക്ഷണത്തിനെയും ഓരോ രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓരോ ഭക്ഷണത്തിനും ഓരോ നമ്പറുകളിലാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ലോയും മീഡിയം ഹൈയും ഉണ്ട്. അത് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 55 അതിൽ താഴെയോ നമ്പർ കിട്ടുന്നതൊക്കെ എന്താണ്, ഗ്ലൈസമിക് ഇൻഡെക്സ് ലോ ആണ്. ഇനി മീഡിയം കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 56 to 69 വരെ നമുക്ക് ഏതൊരു ഫുഡിന്റെയും ഗ്ലൈസമിക് ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ അത് മീഡിയത്തിലേക്കും, അതുപോലെ തന്നെ 70 മുകളിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കിട്ടുന്നത് ഹൈയും ആണ്. നമുക്കറിയാൻ പറ്റും ഇവിടെ കുറച്ച് ഭക്ഷണങ്ങളും അത് അടിസ്ഥാനത്തിലുള്ള ഗ്ലൈസമിക് ഇൻഡെക്സും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, നമ്മൾ അരിഭക്ഷണമാണ് ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള സാധനം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി നോർമൽ ആയിട്ടുള്ള നമ്മൾ തവിട് കളയാത്ത അരിയാണ് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ 27 ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഗ്ലൂക്കോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യും, അത് ശരീരത്തിന് സേഫ് ആണ്. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു കോളം. ഇതിലൊക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ് നമ്മുടെ ധാന്യങ്ങളിൽ വരുന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന
ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കറിയാൻ പറ്റും അസ്പെരാഗസ്, ബ്രോക്കോളി, അതുപോലെ തന്നെ കുക്കുംബർ, ഇതൊക്കെ എന്ത് ചെയ്യാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് 15 സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ഫുഡുകൾ കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫ്രൂട്ട്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളില് 38 ഗ്ലൈസമിക് ഇൻഡെക്സ്, നമുക്ക് എന്ത് ചെയ്യാം കഴിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഓറഞ്ച് 44, മുന്തിരി 46, പഴം നേന്ത്രപ്പഴം 54, മാംഗോ 56. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, 56 എന്നുള്ളത് നമ്മളൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കേണ്ട രീതിയിലാണ് വരിക. ഇനി വാട്ടർമെലൺ, തണ്ണിമത്തനിൽ 72 ഗ്ലൈസമിക് ഇൻഡെക്സ്. ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ച് ഒരിക്കലും എന്ത് ചെയ്യരുത്, വാട്ടർമെലൺ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. സോ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്, പെട്ടെന്ന് ഷുഗർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറി പാൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, അതിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളിലും ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത് അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എത്രയാണോ നോക്കിയിട്ട് അളവിൽ മാത്രം എന്ത് ചെയ്യുക, കഴിക്കുക. ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, അത് കഴിക്കാം. ഇനി ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് കഴിക്കുന്ന ഒരു സാഹചര്യം വരരുത്. ഓക്കെ, മണ്ണിൽ അടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആണ്. സോ അതൊന്നും എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ചെറിയൊരു ഡേ സൈക്കിൾ, ഒരു ഷുഗർ പേഷ്യന്റ് എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണെന്നുള്ളത് ചെറിയൊരു സൈക്കിളാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ മോർണിംഗിൽ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ ഉടനെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം അയാൾക്ക് എന്ത് ചെയ്യാം, ഒരു 6 മണിയാകുന്ന സമയത്ത് ഐ കോഫി ഉപയോഗിക്കാം. ഓക്കെ, 5 മണിക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് ഐ കോഫി ഉപയോഗിക്കാം. ഒരു 7 മണിക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 8 മണി 9 മണി സമയത്തൊക്കെ അയാൾക്ക് നന്നായിട്ട് ശരീരത്തിന് വേണ്ട രീതിയിലുള്ള വെള്ളം എന്ത് ചെയ്യാം, കഴിക്കാം. ഒരു 10 മണിക്കും 11 മണിക്കും ഇടയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വീണ്ടും അയാൾക്ക്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യാം, അയാൾക്ക് വീണ്ടും കഴിക്കാം. അതുപോലെ തന്നെ ഒരു 12 മണിക്കും 11 മണിക്കും 12 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ മാക്സിമം വെള്ളം കുടിക്കുക. ശേഷം ഒരു 1 മണി ആകുമ്പോൾ എന്ത് ചെയ്യാം, ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് നമുക്ക് അപ്പം കഴിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി സമയങ്ങളിൽ എന്ത് ചെയ്യാം, നന്നായിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും വൈകുന്നേര സമയത്ത് ഒരു 6 മണി ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാം, നമ്മൾ ഐ കോഫി എടുക്കുക. ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഒരു 8 മണി ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിന്നർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഫുഡ് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, ഒരു 8 മണി ആകുമ്പോഴേക്ക് കഴിച്ചിട്ട് 8 9 മണി ആകുമ്പോഴേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കുടിച്ചതിന് ശേഷം ഒരു ഉറങ്ങുന്ന സമയം എന്ത് ചെയ്യുക, നമ്മൾ ഫിക്സ് ചെയ്യുക. കറക്റ്റ് 6 മുതൽ 8 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഷുഗർ എന്ന് പറഞ്ഞ പ്രശ്നത്തിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും, എല്ലാ ആളുകൾക്കും പറ്റുന്ന രീതിയിൽ ഒരു 5 വൈറ്റ് പോയിസൺസിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഒന്നാണ് മിൽക്ക്. ഇന്ന് നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന 5 വൈറ്റ് പോയിസൺസ് ആണ് നമുക്ക് അറിയാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മിൽക്ക്, പാൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പാല് വൈറ്റ് പോയിസൺ ആണ് എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഈ ഒരു പാലില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്, അല്ലെ? പല്ല് പോലും മുളക്കാത്ത കുട്ടികൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാല് കൊടുക്കാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മൾ അറിയാൻ പറ്റും, ഇപ്പൊ കുട്ടികൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ അവർ ഛർദ്ദിക്കുന്ന സമയത്ത്, ഇൻ കേസ് അവർ ഛർദ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാലായിട്ടല്ല തിരിച്ചു വരും, അല്ലെ? അതൊരു കട്ടിയുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടാവും. പക്ഷേ ഒരു മനുഷ്യൻ, നമ്മളെപ്പോലുള്ള ആളുകൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ അത് ഛർദ്ദിക്കുകയാണെങ്കിൽ അതേപോലത്തെ പാൽ രീതി തന്നെയാവും എന്ത് ചെയ്യുക, ഒരു പക്ഷെ അത് പുറത്തേക്ക് വരും. ഇത് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരത്തിൽ ഈ പാലിനെ അവർക്ക് പ്രോട്ടീൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഹോർമോണിന്റെ പേരാണ് റെനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഇത് പാലിനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ശരീരത്തിലേക്ക് വേണ്ട പോഷകങ്ങളാക്കി പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഒരു വലിയൊരു മനുഷ്യൻ, അല്ലെങ്കിൽ 2.5 വയസ്സിന് മുകളിൽ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ ഈ ഒരു പെപ്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ പാലിൽ നിന്ന് പ്രോട്ടീൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉള്ളത്. ഇത് വളരെ സ്ലോ ആയിട്ട് മാത്രമേ, ഈ പെപ്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇതിനെ വളരെ സ്ലോ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ശരീരത്തിലേക്ക് ആവശ്യമുള്ള കണ്ടന്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. ഈ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് എന്ത് വേണം, നമുക്കറിയാൻ പറ്റും, ഒരുപാട് കാൽസ്യം എന്ത് ചെയ്യാണ്, ഈ ഒരു പാലിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കാൽസ്യം ആവശ്യമാണ്. സോ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ കാൽസ്യം ഏറ്റവും കൂടുതൽ എല്ലുകളിലാണ്. ഇത് എല്ലുകളിൽ നിന്ന് എന്ത് ചെയ്യും, ഇതിനെ വലിച്ചെടുക്കും.
സോ റെഗുലർ ആയിട്ട് നമ്മൾ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, എല്ലിന് ബലക്കുറവും അതുപോലെ തന്നെ എല്ല് ജോയിന്റ്സിലൊക്കെ പെയിന് പോലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കറിയാൻ പറ്റും ഇപ്പോൾ പാലിന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് കേസിൻ എന്ന് പറയുന്ന പ്രോട്ടീനും വേ എന്ന് പറയുന്ന പ്രോട്ടീനുമാണ് എന്ത് ചെയ്യുന്നത്. കേസിന് 80%, വേ പ്രോട്ടീന് 20% നമുക്ക് പാലിൽ കിട്ടുന്നുണ്ടാവുക. ഈ കേസിനാണ് എന്ത് ചെയ്യണത്, ശരീരത്തിലെ മെറ്റബോളിസം ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലാണ് കാൽഷ്യത്തിന് കൂടുതൽ ഹൈ ആയിട്ട് വേണ്ടത്. സോ ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ശരീരം എന്ത് ചെയ്യും, നമുക്ക് കാൽഷ്യത്തിന് എന്ത് ചെയ്യും, എല്ലുകളിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ അത് റെഗുലർ ആയിട്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലുകൾക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പാല് ശരീരത്തിന് നല്ലതല്ല എന്ന് പറയാനുള്ള കാരണം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ലത് പാലിന് പകരം തൈരോ അതല്ലെങ്കിൽ വെണ്ണയോ അതുപോലെ തന്നെ നെയ്യൊക്കെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് വൈറ്റ് റൈസ്, നമ്മുടെ അരി എന്ന് പറയുന്നത്. ഈ അരിഭക്ഷണമാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതും ശരീരത്തിന് ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിയിൽ ഏറ്റവും കൂടുതൽ തവിട് കളഞ്ഞ അരിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് റെഗുലർ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബേസിറ്റി അതുപോലെ തന്നെ കൂടുതൽ വണ്ണം വെക്കാനൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ചാൻസ് കൂടുതലാണ്. സോ അരിയും അത്ര നല്ല അരിഭക്ഷണം നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതും എന്തല്ല, അത്ര നല്ലതല്ല. മൂന്നാമത്തെ ഒന്നാണ് ഷുഗർ. നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചസാര. ഈ പഞ്ചസാരയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൂടാനും അതുപോലെ തന്നെ സ്കിന്നിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും, പഞ്ചസാര കൂടുതൽ കഴിക്കുന്നതോടുകൂടെ നമുക്ക് ശരീരത്തിൽ വരുന്നുണ്ടാവും. ഏറ്റവും നല്ലത് നല്ല ശർക്കരയോ നല്ല തേനോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഷുഗറിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ഒന്നാണ് സാൾട്ട്. നമുക്കറിയാൻ പറ്റും ഒഴിവാക്കാൻ പറ്റാത്തൊരു കണ്ടന്റ് ആണ് സാൾട്ട് എന്ന് പറയുന്നത്. സാൾട്ടിന് പകരമായിട്ട് നമ്മൾ കല്ലുപ്പ് പൊടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ കല്ലുപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അത് യൂസ് ചെയ്യുക ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പൊടിപ്പ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക. അത് ശരീരത്തിന് എന്ത് ചെയ്യും, ദോഷമായിട്ട് ബാധിക്കുന്നുണ്ടാവും. തേർഡ് ഒന്നാണ് മൈദ. നമുക്കറിയാൻ പറ്റും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അത് പൊറോട്ട ആയിരിക്കും, അല്ലെ? ഇതിലാണ് ഏറ്റവും കൂടുതൽ മൈദ കണ്ടന്റ് നമ്മൾ ശരീരത്തിലേക്ക് കയറ്റി വിടുന്നത്. ഈ ഒരു മൈദയിൽ ഗോതമ്പ് എടുക്കുന്ന ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് മൈദ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ മൈദയുടെ ശരിയായ കളർ എന്ന് പറയുന്നത് എന്താണ്, യെല്ലോ ആണ്. ഈ മൈദയിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. ഈ മൈദയുടെ യെല്ലോ കളർ എങ്ങനെയാണ് വൈറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും, അലക്സിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ വൈറ്റ് ആയിട്ട് ടാൽക്കിന്റെ പൗഡറിന്റെ പോലെ എന്ത് ചെയ്യുന്നത്, ഈ അലക്സിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് മാറ്റിയെടുക്കുന്നത്. സോ അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ദോഷം ചെയ്യും. ഈ അലക്സിൻ എന്ന് പറയുന്ന കണ്ടന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഷുഗറിനുള്ള മെഡിസിൻസ് ഉണ്ടാക്കുന്ന കമ്പനികൾ ഈ മെഡിസിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എലികളിലും പന്നികളിലും എന്ത് ചെയ്യും, ഈ അലക്സിൻ എന്ന് പറയുന്ന കണ്ടന്റ് കുത്തിവെച്ചതിന് ശേഷം ഇവരിലേക്ക് ഷുഗർ ഉണ്ടാക്കും. അതായത് ഇവരുടെ പാൻക്രിയാസിനെ എന്ത് ചെയ്യും, നശിപ്പിച്ച് കളയും ഈ അലക്സിൻ എന്ന് പറയുന്ന കണ്ടന്റ്. അങ്ങനെ അവർക്ക് ഷുഗർ ഉണ്ടാകുന്ന സമയത്ത് ഈ മെഡിസിൻ അവരിൽ കൊടുത്തു നോക്കും ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടന്റ് ആണ് അലക്സിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ്. ഇതാണ് എന്ത് ചെയ്യണത്, മൈദയിൽ ചേർക്കുന്നത്. സോ മൈദ റെഗുലർ ആയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം എന്തായിരിക്കും, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പാൻക്രിയാസിനെ ബാധിക്കും. അത് നമ്മുടെ ഷുഗർ പേഷ്യന്റ് ആക്കിയിട്ട് മാറ്റാനും എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഷുഗറിനെ എന്ത് ചെയ്യും, ഷുഗർ പേഷ്യന്റ് ആയിട്ട് മാറ്റാനും ഈ ഒരു അലക്സിൻ എന്ന് പറയുന്ന കണ്ടന്റ് ശരീരത്തിൽ എഫക്ട് ചെയ്യും. അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന 5 വൈറ്റ് പോയിസൺസുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാ ആളുകൾക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ആശംസിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള ആൻസറുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ടാവും. ഓക്കെ. ആർക്കെങ്കിലും സാർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? സർ അതിനു മുന്നേ നമുക്ക് ചാറ്റിങ്ങിന് ടൈം കൊടുക്കാം. അതിനു മുന്നേ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട്. ഓക്കെ. ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗിന്റെ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. നമുക്ക് ഈ ഒരു ഐ കോഫി നമ്മൾ ഇന്ന് ഇവിടെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെ, അപ്പൊ അതൊക്കെ എന്താണ്, അത് നമുക്ക് ഒരു വ്യക്തി നമുക്ക് കഴിച്ച് റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തി നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. മൊയ്തീൻകുട്ടി സർ ഓക്കെ അല്ലേ? മൊയ്തീൻകുട്ടി ഹാജി ഓക്കെ. ഓക്കെ സാർ ഇവിടെ വന്നിട്ടുണ്ട്.
ആ ഓക്കെ ആ, ഓക്കെ good evening. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. ഞാൻ തളിപ്പറമ്പ് കണ്ണൂർ ജില്ല തളിപ്പറമ്പ് മൊയ്തീൻകുട്ടി എന്ന പേര്. കണ്ണൂർ ജില്ല തളിപ്പറമ്പ് താമസം, മൊയ്തീൻകുട്ടി എന്ന പേര്. ഞാൻ 33-34 വർഷമായി ഷുഗർ കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ വളരെ ഇതുകൊണ്ട് ഞാൻ വല്ലാതെ ഞാൻ വിഷമിക്കുന്നുണ്ട്. ഞാൻ കുറെ ഗുളിക കഴിക്കുന്നുണ്ട്, കുറെ ഇൻസുലിൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്തു വരുന്നുണ്ട്. ഞാൻ ഈ ഒരു 4 മാസം മുന്നേ ഈ ഐകാഫിനെ പറ്റി ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു, വാട്സപ്പിലൂടെ അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഇതെങ്ങനെ സംഘടിപ്പിച്ച് ഞാൻ ഒരു ബോക്സ് കഴിച്ച് നോക്കിയ ശേഷം ദൈവത്തിന്റെ സഹായത്തിൽ വളരെ വിപുലമായ നല്ലൊരു റിസൾട്ട്, നല്ല അത്ഭുത റിസൾട്ട് അത് കാണുന്നു, അത്ഭുത റിസൾട്ട്. അപ്പം ഡോക്ടർ ചോദിച്ചാൽ ഡോക്ടർ അത്ഭുതപ്പെട്ടു, ഇതെന്ത് പറ്റി ഇങ്ങനെ പറയേണ്ട കാരണം എന്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാധനം ഉണ്ട്, ഇങ്ങനെ കഴിക്കേണ്ടത്. അപ്പൊ അയാൾക്ക് അത് ഇഷ്ടമല്ല, ഡോക്ടർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ അതിനുള്ളിൽ ചെയ്ത സാധനം നായ്ക്കുറിന മറ്റേ ഇതൊന്ന് ഏകനായ നായ്ക്കുറിന, അതുപോലത്തെ 2 ആയുർവേദ മരുന്നുകളാണ് പ്രധാനപ്പെട്ടത്. ഈ ഏകനായ നായ്ക്കുറിനും വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ് ഞാൻ. 56 വർഷമായി ആയുർവേദ മരുന്ന് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. അതൊക്കെറിയാം ഇതൊരു തട്ടിപ്പൊന്നും ആവില്ല, ഇത് വലിയ ഗുണമുള്ള സാധനം എന്നൊക്കെ അറിയാം. ആദ്യ അടിസ്ഥാനത്തിൽ ഡോക്ടറെ തിരിച്ചടിച്ച് പറഞ്ഞപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു. അപ്പം നല്ല റിസൾട്ട് വന്നു. പിന്നെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഗുളിക കുറക്കണം, മറ്റേ ഇൻസുലിൻ കുറക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച്. ഇപ്പൊ കുറച്ച് ശേഷം ഈ മാസം ലാസ്റ്റ് എനിക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഇപ്പം ഡോക്ടർ നിർദ്ദേശിച്ചതിനേക്കാളും വീണ്ടും ഞാൻ കുറച്ചിട്ടുള്ളത്. ഗുളിയും ഇല്ല, പിന്നെ ഇൻസുലിൻ വളരെ കുറച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് മോചിതമാവും. ഞാൻ വളരെ ആശ്വാസം. ഞാനവിടെ കടയിൽ വന്നിരുന്നാൽ വായു തുറന്നിട്ട് ഇങ്ങനെ ഉറപ്പൊക്കെ കിടക്കും. ഇപ്പതല്ല, ഇപ്പൊ എന്റെ മുഖം കണ്ടുമ്പോൾ ആൾക്കാർ പറയും ഇതെന്തെങ്കിലും മാറ്റം കാണുന്നുണ്ട്, എന്താ നല്ല ക്ലാമർ വന്നിട്ടുള്ള എന്താ പറ്റിയതെന്ന്. അപ്പൊ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മളെ അതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഇത്തരം ഷുഗർക്കാർക്ക് പറ്റിയത് ഏറ്റവും നല്ല സാധനമാണ്. ഷുഗർക്ക് അത്രയും ഷുഗർക്ക് അപ്പോഴും ഗുണമൊന്നുമില്ല, ഇല്ലാതാക്കും. എല്ലാവർക്കും നടുവേനക്കും മറ്റും മറിച്ച് എല്ലാ വേനക്കലും ശരീരം ഉന്മേഷത്തിൽ കിട്ടി ഓജസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പം മാത്രമല്ല ഇതിനെപ്പറ്റി ഐഡിയ എടുക്കാനുള്ള ആൾക്കാർ ഏറ്റവും നല്ല ടൈമാണ്. ചെവിയിൽ ഐഡിയ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇത് വന്നു. പിന്നെ ഇന്നലെ ഞാൻ RTP പോയാലും നമ്മളെ RK സാർ ഒരു അഭിപ്രായം പറഞ്ഞു. അയാൾ 36-ാം വയസ്സിലാണ് ഇത് പണി തുടങ്ങിയത് ഇൻഡസ്ട്രീസിന്റെ. അപ്പൊ ഇപ്പം 44 വയസ്സായി. അയാൾ ബ്ലാക്ക് കളർ ഡയമണ്ട് മറ്റാണ്. ഇപ്പൊ എനിക്ക് 27 വയസ്സാണ് ഞാൻ പറഞ്ഞത്. 36 വയസ്സിൽ തുടങ്ങിയിട്ട് 44 വയസ്സായി. ഇപ്പൊ അയാൾക്ക് 27 വയസ്സേ ഉള്ളൂ. അന്നൊരു ആൾക്കാർ ഇങ്ങനെ ചുറ്റുണ്ട്. സംശയമില്ല അങ്ങനെ. അപ്പൊ വളരെ കഷ്ടം ഇയാൾ പറഞ്ഞ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് തോന്നിയതാണ് ഞാനിപ്പോ എനിക്ക് 75 വയസ്സാണ്. ഇപ്പൊ എനിക്ക് 50 മേലെ ഇല്ല, 45 50 വയസ്സിന് മേലെ എനിക്ക് ഇല്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തുകൊണ്ട്? ഐക്കാഫിൻ്റെതായ ഒരു ഇതാണ്. അപ്പം RK സാർ പറഞ്ഞ് വളരെ കഷ്ടമാണ്. 44 വയസ്സായ RK സാർ ഇപ്പൊ 27 വയസ്സേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 75 വയസ്സായ ഞങ്ങൾക്ക് ഒരു 50 മേലെയില്ല, 45-50 വയസ്സ് എനിക്ക് ഉള്ളൂ ഒന്നും പറയുന്നത്. ആൾക്കാരും പറയുന്നുണ്ട് നിന്റെ മുഖത്ത് നല്ല മാറ്റം വരുന്നുണ്ടല്ലോ, എന്താണെന്ന്. അപ്പം തികച്ചും ഒരു 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 ഉപകാരപ്രദമായ സാധനമാണ് ഇത്. അത് അത്യാവശ്യമാണ്. ഞാൻ 1-2 കൊല്ലം കൊണ്ട് എല്ലാ വീടുകളിലും എല്ലാവർക്കും ഇത് ശീലമാക്കി വെക്കും. അതുകൊണ്ട് എല്ലാ ദൈവം സഹായിക്കട്ടെ, എല്ലാവരും ഇതിലേക്ക് വരണം എന്നുള്ള അഭിപ്രായം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സച്ച് എ വണ്ടർഫുൾ എന്താ പറയാ റിസൾട്ട് അല്ലെ. എന്താ അദ്ദേഹം ഒരു ആയുർവേദിക് ഷോപ്പ് അല്ലെങ്കിൽ നമുക്ക് അങ്ങാടി മരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യന് നമ്മുടെ ഐകോഫിയിൽ നിന്നും കിട്ടിയ റിസൾട്ട് ആണ്. ഓക്കെ, നമ്മളിവിടെ കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും സാർ പറയുന്നത് നമ്മുടെ ആന്റി ഏജിങ് ആണ്. നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ആക്ച്വൽ പ്രായം എന്താണോ അതിനേക്കാളും കുറച്ച് നമുക്ക് കാണാം. അത്രയും എനർജറ്റിക്കും എക്സൈറ്റ്മെന്റും നമുക്ക് ഈ ഒരു ഈ ഒരു പ്രോഡക്റ്റിലൂടെ കിട്ടുന്നുണ്ട് എന്നാണ് സാർ പറഞ്ഞത്. ഉവൈസ് സാർ ഓക്കെ അല്ലേ? 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ സർ, ചോദിച്ചോ. ഓക്കെ സാർ. ഓക്കെ, ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐകോഫി ഈ ഷുഗർ ഇല്ലാത്ത ഒരാൾ കഴിച്ചു കഴിഞ്ഞാല് ഷുഗർ ലോവിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഷുഗർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐകോഫി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ ഷുഗർ ഇല്ലാത്ത വ്യക്തികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഷുഗർ ലോ ആയിട്ട് പോകും. അതല്ലെങ്കിൽ ഷുഗർ ലെവൽ
താഴേക്ക് പോവോ എന്നുള്ളതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, അമിതമായിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ്സിനാണ് എന്ത് ചെയ്യുക, ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള കണ്ടന്റുകൾ ശരീരത്തിന് കൊടുത്തിട്ട് ആവശ്യമില്ലാത്തതിനെയാണ് എന്ത് ചെയ്യുക, ഇത് പ്രിവെന്റ് ചെയ്യുക. സോ നമ്മുടെ ശരീരത്തിന് ഒരു കറക്റ്റ് ഒരു അളവുണ്ട്, ആ അളവിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ഇത് കൊടുത്തിട്ട് എക്സസ് വരുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇനി ഷുഗർ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഐ കോഫി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലൊരു എനർജി എന്ത് ചെയ്യുന്നുണ്ടാവും, ഐ കോഫി കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഷുഗർ മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാളുടെ ശരീരത്തിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യും. നമ്മുടെ ഓർഗൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, കറക്റ്റ് ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഷുഗർ ഇല്ലാത്തൊരു വ്യക്തി ഐ കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കിട്ടും. കറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളം കൂടെ കുടിക്കണം എന്ന് മാത്രം. ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം വരെ എന്ത് ചെയ്യണം, ഐ കോഫി കഴിക്കുന്ന ഏതൊരു വ്യക്തി, ഷുഗർ ഉള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് വയറ്റിന്ന് പോകാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ആർക്കും ഐ കോഫി ഉപയോഗിക്കാം. ഓക്കെ സർ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഐ കോഫി നമ്മൾ കഴിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ കൂടെ മെഡിസിൻ നിർബന്ധമായിട്ട് എന്തിനാണത് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ശരിക്കും മെഡിസിന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടി നിൽക്കുന്ന ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് എത്രയാണോ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നത് അതിനെന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ് മെഡിസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഐ കോഫിയുടെ പർപ്പസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരുന്ന കാർബോഹൈഡ്രേറ്റ് എന്ത് ചെയ്യും, ഇത് ബ്ലോക്ക് ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മാത്രം ശരീരത്തിലേക്ക് എടുത്ത് എന്ത് ചെയ്യും, ആവശ്യം എക്സസ് വരുന്നതിന് എന്ത് ചെയ്യും, ഇത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ആവുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണത്തിലൂടെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവലിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പയ്യെ 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 ബാലൻസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരാൾക്ക് മെഡിസിൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ഐ കോഫി കഴിക്കുന്നു എന്ന് വിചാരിച്ച് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത്. കാര്യം ഐ കോഫി ശരീരത്തിൽ ആയുർവേദ പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ശരീരത്തിലേക്ക് എഫക്ട് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് എഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് മെഡിസിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, നമുക്കിത് പ്രോപ്പർ ആയിട്ട് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. സ്പോട്ടിൽ നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് ഐ കോഫി മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യും, ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷുഗർ ചിലപ്പോൾ ഒന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും എന്ത് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിലേക്ക് പെട്ടെന്ന് ഒരു ദിവസം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ റിയാക്ഷൻ എന്ത് ചെയ്യും, ബോഡി കാണിക്കും. അപ്പൊ നമുക്ക് ഒരു പക്ഷെ ഷുഗർ ലെവൽ ഹൈക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, മെഡിസിൻ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മെഡിസിൻ കഴിക്കുക, കൂടെ ഐ കോഫി എടുക്കുക. ഷുഗർ ലെവൽ നോർമൽ ആയിട്ട് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, മെഡിസിന്റെ അളവ് കുറച്ച് കൊണ്ടുവരിക. ശേഷം ഷുഗർ ലെവൽ പൂർണ്ണമായിട്ടും നോർമൽ ആയാൽ ആൾക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാം, മെഡിസിൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. ഇതേ കേസാണ് ഇൻസുലിന്റെ അവസ്ഥയിൽ. ഓക്കെ, ക്ലിയർ ആയി? താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. അപ്പോ നമുക്ക് എന്തായാലും സാറിന്റെ ആ ഒരു വണ്ടർഫുൾ പ്രസന്റേഷനും ഒരു ഡൗട്ട്സ്, നമുക്ക് എന്തൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഉവൈസ് സാർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഒരു KYP പ്രോഗ്രാമിന് വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഓരോരാൾക്ക്, കസ്റ്റമർ ആയിക്കോട്ടെ, നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അവർക്കുള്ള ഡൗട്ടുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യമാവട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാമിന് അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് തയ്യാറായിട്ട് വേണം നിങ്ങൾ വരാൻ. എന്തായാലും നമുക്ക് ഗ്രേറ്റ് ലീഡറിനെ ഇവിടെ പറഞ്ഞു വിടാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഉവൈസ് സാർ. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുക്കാം എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളിവിടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തായാലും അടുത്ത ദിവസം വീണ്ടും മറ്റൊരു KYP മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ് അബ്ദുൾ റസാഖ്, റൂബി എക്സിക്യൂട്ടീവ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.